ഹലോ, നമുക്കിന്നിപ്പോൾ ഒരു പുതിയ ഐറ്റം ചെയ്താലോ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതാണ്ട് നമ്മൾ ഒരു ക്രൗണാണ് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ട് കുറച്ച് സ്റ്റോൺസ്, പിന്നെ നമ്മുടെ കോപ്പർ വയർ, പിന്നെ ഗ്ലൂ, പിന്നെ ഒരു വീതിയുള്ള ഹെയർ ബാൻഡ്. അപ്പം നമ്മുടെ കോപ്പർ വയറല്ല, സിൽവർ വയർ. അത് കോപ്പർ കളറിലും സിൽവർ കളറിലും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ്ട് ആ ഒരു വയർ കുറച്ച് മുറിച്ചെടുത്തിട്ട് നമ്മുടെ ആ സ്റ്റോണിൻ്റെ വലിപ്പത്തിലൊരു റൗണ്ട് സെറ്റ് ചെയ്ത് അതൊന്ന് പിരിച്ച് അതെടുക്കുക. ആ സ്റ്റോൺ വെച്ച് നോക്കുമ്പോൾ ആ ഒരു വലിപ്പം കാണണം ആ റൗണ്ടിന്. അങ്ങനെ അതുകൊണ്ട് ഒരു 5 നമ്മളൊരു നടുക്കൊരെണ്ണം, പിന്നെ അപ്പുറം ഇപ്പുറം 2, അങ്ങനെ ഒരു 3, 5, 7 ഇത് 3 തട്ടായിട്ട്, അതിൽ നടുക്കൊരു ഭാഗം, പിന്നെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരു നമ്മുടെ ലീഫ് വരുന്ന പോലെ, ഒരു ചെടിക്കകത്ത് ഇല വന്ന് നിൽക്കുന്ന പോലെ ഒരിത് സെറ്റ് ചെയ്യുക. കണ്ടല്ലോ, 3 തട്ടിൽ അപ്പുറവും ഇപ്പുറവും, പിന്നെ നടുക്കൊരെണ്ണം, പിന്നെ അതുപോലെ വീണ്ടും ആദ്യം ആ സ്റ്റോണിൻ്റെ വലിപ്പത്തിൽ, അതേ വലിപ്പത്തിൽ തന്നെ അപ്പുറവും ഇപ്പുറവും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് മറ്റേത് ചെയ്തതുപോലെ 3 നടുക്കൊരെണ്ണം, പിന്നെ 3 തട്ടായിട്ട്, അങ്ങനെ കണ്ടോ, 2 സൈഡിലോട്ടും ആ സ്റ്റോണിൻ്റെ വലുപ്പത്തിൽ പിരിച്ച് നമുക്ക് ശരിയാക്കാം. അപ്പം കണ്ടല്ലോ, നമ്മുടെ ഒരു ചെടിയിൽ ഇല വന്ന് നിൽക്കുന്ന പോലെ ആ ഒരു ഡിസൈനിൽ മേളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേന് ഇച്ചിരി നീളം കൂട്ടി ആ റിങ്ങിന് വരുത്തിയാൽ നല്ലതായിരിക്കും. ഒരു മോഡൽ വരും. അപ്പോൾ അതേൽ ഒരു 5 സെറ്റ് നമ്മൾ ചെയ്തെടുത്തു. കണ്ടല്ലോ, 5 സെറ്റ്. ഇനി നമുക്ക് ആ ഓരോ റൗണ്ടിലും ഈ സ്റ്റോൺ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഓരോ റൗണ്ട് ഉണ്ടാക്കിയതിലോട്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റോൺ അതിനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഗ്ലൂ നമ്മുടെ കയ്യിലും എല്ലാം ആയിക്കഴിയുമ്പോഴത്തേക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്റ്റോൺ ഇളകിപ്പോവുകയും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യും. കുറച്ച് മെനക്കെടണം. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഓരോ റിങ്ങിലും നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ചെടുക്കുക. ഇപ്പം കണ്ടില്ലേ, ഒരു ഒരു ചെടിയിലെല്ലാം നിൽക്കുന്ന പോലെ ആ ഒരു ഷേപ്പായില്ലേ. അപ്പോൾ ഓരോ റിങ്ങിലും ആ ഒരു ഇല ഒട്ടിച്ചെടുത്തു. കണ്ടല്ലോ. അപ്പം നമുക്കിനി ബാക്കിയുള്ളതിലും അതുപോലെ ഒട്ടിച്ചെടുക്കണം. ചുമ്മാ ആ ഗ്ലൂ തേച്ചാൽ മതി. ഗ്ലൂ നമ്മുടെ കൈ പറ്റി പിടിക്കുമ്പോൾ ഈ സ്റ്റോണ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് ഇളകി വരാനും ഒക്കെ നോക്കുന്നുണ്ട്. ഒരു വിധത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുവാണ്. അപ്പോൾ തുടക്കം ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്ത് നോക്കുക. അപ്പം അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്സ് കാണും. അപ്പോൾ അതുപോലെ ഈ മിസ്റ്റേക്കുകൾ കണ്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ അതൊന്ന് റെഡിയാക്കി ചെയ്യാൻ. ഇപ്പം ഞാൻ ചെയ്തതിൽ കംപ്ലൈൻറ്റ് കാണുമ്പോഴത്തേന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു തോന്നലുണ്ടാകുമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്ത് പഠിക്കാം. അപ്പോൾ വീണ്ടും അതിനകത്തും കംപ്ലീറ്റാക്കി നമ്മൾ ഒട്ടിച്ചെടുത്തു. കണ്ടല്ലോ. അടുത്തത് ഇനിയൊരു 3 എണ്ണം കൂടെ ഉണ്ടല്ലോ, അതിലും കൂടെ നമുക്ക് ഒട്ടിച്ചിട്ട് വരാം. നമ്മൾ 5 സെറ്റിൽ ഒട്ടിച്ചു. പെട്ടെന്ന് ഉണങ്ങി, നല്ലോണം ഉണങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നത് കൊണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇനി നമുക്ക് ആ റായുടെ നടുക്ക് ഭാഗത്ത് ഏറ്റവും നീളത്തിൽ നമ്മൾ ചെയ്തപ്പോൾ നീളം കുറഞ്ഞും കൂടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നടുക്ക് ഭാഗം നോക്കിയാൽ നീളമുള്ളത് ആ നടുക്ക് ഭാഗത്ത് നിവർത്തി ചുറ്റിയെടുക്കണം. നല്ല ടൈറ്റിൽ ചുറ്റിയെടുക്കണം. ഇനി ബാക്കി ഓരോ നീളം കുറഞ്ഞതനുസരിച്ച് 2 സൈഡിലും ചുറ്റണം. അപ്പം നല്ലോണം ചുറ്റി നമ്മുടെ ചുറ്റി വരുന്നിടം മേളിലായിട്ട് വരണം, അല്ലെങ്കിൽ നമ്മുടെ മുടി കുരുങ്ങാൻ ചാൻസ് ഉണ്ട്. നടുക്കിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ സെറ്റ് ചുറ്റണം. 5 എണ്ണമല്ലേ എടുത്തേക്കുന്നത്. അപ്പം നടുക്കൊരെണ്ണം, പിന്നെ അപ്പുറവും ഇപ്പുറവും ഈ 2 എണ്ണം വീതം. അപ്പം വെക്കുമ്പോൾ ഒരേ അളവിനുള്ളത് 2 സൈഡിലും വെക്കാൻ നോക്കണം കേട്ടോ. ഏറിയും കുറഞ്ഞും പോകുമ്പോൾ അതിൻ്റെ വൃത്തികേട് വരും. ഇപ്പം നമ്മളൊരു ക്രൗൺ പോലെ റെഡിയാക്കുക. അപ്പം നീളത്തിൽ അത് ചുറ്റി നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ ഈ ഇതൾ നല്ലോണം ഒട്ടാതിരിക്കുന്നത് കൊണ്ട് എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം
വലിച്ച് മുറുക്കി നന്നായിട്ട് നമ്മളത് ചുറ്റിയെടുക്കുക. കണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഈ വള്ളി പോലെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സെറ്റാക്കാൻ പറ്റും. അതാണ്ട വീണ്ടും ലാസ്റ്റ് പീസ് നമ്മൾ ചുറ്റിയെടുത്ത് നമ്മുടെ ക്രൗൺ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലെയർ ഇട്ട് ഈ ചുറ്റിയ ആ കമ്പി നന്നായിട്ടൊന്ന് ഫിറ്റാക്കി കൊടുക്കുക. നല്ലോണം അമക്കി പ്രസ് ചെയ്തിട്ട് അതിനകത്തൊന്ന് സെറ്റാക്കിയിരിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഓടാതിരുന്നോളും. ഇനിയിപ്പോൾ അതാണ്ട് നമ്മുടെ ആ ഇത് സെറ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്, ഒരു വൃത്തികേടുണ്ട്. എന്ന് വെച്ചാൽ ഈ ചുറ്റ് ചെയ്ത കമ്പി നമുക്ക് നന്നായിട്ടിതിൽ കാണാൻ പറ്റും. അപ്പോൾ അത് മറയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ഉള്ള കമ്പിയെല്ലാം നല്ലോണം ഫിറ്റാക്കി പ്രസ് ചെയ്തു. ഇനി ഇതാണ്ട ഈ ചെയ്തതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിലെല്ലാം നമ്മൾ ഈ സ്റ്റോണ് ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുക. 3 എണ്ണം വീതം ഓരോ സ്പേസിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ ആ കമ്പി ചുറ്റിയത് അതിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പം നമ്മളെന്തോ ചെയ്തു, ആ കമ്പിയുടെ മുകളിലും അതുപോലെ ആ സ്റ്റോണ് ഒട്ടിച്ചെടുത്തു. കണ്ടല്ലോ, 3 എണ്ണം വീതം ഒട്ടിച്ചു. അപ്പോൾ അതാണ്ട് ഏകദേശം നമ്മുടെ ആ കമ്പി ഒന്ന് മറഞ്ഞിട്ടുണ്ട്. അതാ വീണ്ടും അത് ബാക്കിയുള്ള ഭാഗത്തും നമ്മുടെ സ്റ്റോണൊന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. സിമ്പിളായിട്ടുള്ളൊരു ക്രൗണ്, ഒരുപാട് ആർഭാടമൊന്നുമില്ല, എന്നാൽ കുറച്ച് പണിയെടുക്കേണ്ട സാധനം. അപ്പോൾ അതാണ്ട നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തു. നമ്മുടെ ക്രൗൺ സെറ്റായി. എങ്ങനെയുണ്ട്? അപ്പം ഇതിന് പല കളർ സ്റ്റോൺസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മെറ്റീരിയൽസും നമ്മുടെ